ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ പാഠഭാഗമായ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ തുല്യതയിലേക്ക് എന്ന പാഠഭാഗങ്ങളും മറ്റുമെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു വിഷയമാണ് നോക്കാനുള്ളത്. എന്താണ്? വിസ്മയങ്ങളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചിട്ടുമാണല്ലേ. ഒന്ന് വിണ്ണിലെയും ഒന്ന് മണ്ണിലെയുമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന്. പീരയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ രാത്രിയിലെ ആകാശ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചില്ലേ? യാത്രയ്ക്ക് ശേഷം അപ്പു എഴുതിയ വിവരണം ശ്രദ്ധിക്കൂ. നിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ മനോഹാരിതയിൽ ആകാശം എത്ര സുന്ദരമാണ്. മുത്തുകൾ വാരിവിതറിയതുപോലെ അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. അവയ്ക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളത്തെ നോക്കി പീലി പറഞ്ഞു, അതൊരു ഗ്രഹമാണ്. അത്ഭുതത്തോടെ നോക്കി നിന്ന ഞങ്ങളോട് വിക്കി വിളിച്ചു പറഞ്ഞു, അതാണ് ശുക്രൻ. അപ്പോൾ നീനു ചോദിച്ചു, ഗ്രഹമായിട്ട് കൂടി ശുക്രൻ ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും കൗതുകത്തോടു കൂടി നീനുവിനെ നോക്കി. പിന്നീടങ്ങോട്ട് ആകാശത്തിലെ അത്ഭുത കാഴ്ചകളുടെ കെട്ടഴിക്കുകയായിരുന്നു. ഇവിടെ രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ രാത്രിയിലെ ആകാശ കാഴ്ചകളെല്ലാം കാണാം. രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്തത് എന്തുകൊണ്ട്? കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? സൂര്യന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെ. സൂര്യന്റെ സാന്നിധ്യം എപ്പോഴാണ്? പകല് നമുക്കുണ്ട്. അതുകൊണ്ടാണ് രാത്രിയിലെ കാഴ്ചകൾ നമുക്ക് പകല് കാണാൻ വേണ്ടി സാധിക്കാത്തത്. ഇനി സൂര്യന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലായില്ലേ? സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുമുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് വളരെ ചെറുതായി കാണുന്നത്? എന്തുകൊണ്ടാണ്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരങ്ങളായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സീസ് എന്ന് പറയുന്നത്. അതിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? നക്ഷത്രം നേർരേഖയിലാണ് അതിൻ്റെ പ്രകാശം പുറത്തുവിടുന്നത്. അപ്പോൾ അത് അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ അതെന്താണ്? വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് മിന്നുന്നതായിട്ട് തോന്നും. സൂര്യൻ ഉദിക്കുന്ന സമയത്തെയോ അസ്തമിക്കുന്ന സമയത്തെയോ പ്രകൃതി ഭംഗി വ്യക്തമാക്കുന്ന ഒരു ചിത്രം വരയ്ക്കാനും കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യനും ഈ ആകാശഗോളങ്ങളും ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? സൂര്യനുണ്ട്, അതിന് ചുറ്റും ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അല്ലെ. ബുധൻ, ശുക്രൻ, ഭൂമി, ചന്ദ്രൻ, ചൊവ്വ, ക്ഷുദ്രഗ്രഹങ്ങൾ ഇവയൊക്കെയാണ്. അതുപോലെ വാൽനക്ഷത്രങ്ങളുണ്ട്, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂണ്, കുള്ളൻ ഗ്രഹങ്ങൾ. ഇതെല്ലാം ഉള്ളതാണ് നമ്മുടെ സൂര്യന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങൾ കാണപ്പെടുന്നു? ഏതാണ്? ഒരുപാട് ഗോളങ്ങൾ നമുക്ക് അവിടെ കാണുന്നുണ്ട് അല്ലേ. ഇനി നാം അധിവസിക്കുന്ന ആകാശഗോളം ഇതിൽ ഏതിൽപ്പെടുന്നു? ഏതാണ് നമ്മൾ വസിക്കുന്നത്? നമ്മുടെ ഭൂമിയാണ് അല്ലെ. ഭൂമി ഒരു ഗ്രഹമാണ്. എന്താണ് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? സ്വയം കറങ്ങുകയും സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലയം വെക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്നും അവ ഓരോന്നിൻ്റെയും പ്രത്യേകതകളാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഗ്രഹം ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. ഇനി ശുക്രനാണ് പ്രഭാത നക്ഷത്രം, പ്രദോഷണ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു നക്ഷത്രമാണ് ഭൂമി എന്ന് പറയുന്നത്. ചൊവ്വ എന്ന് പറയുന്നത് ചുവന്ന ഗ്രഹമാണ്. വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗ്രഹമാണ്. ശനി എന്ന് പറയുന്നത് വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹമാണ്. യുറാനസ് എന്ന് പറയുന്നത് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ്. ഇനി നെപ്റ്റ്യൂൺ ആണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. ഓക്കെ,
ഇനി സൂര്യനെയും അതിനെ വലയം വെക്കുന്ന ആകാശഗോളങ്ങളുടെയും ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ കണ്ടു അല്ലേ. ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലയം വെക്കുന്നത്? നിങ്ങൾ അവിടെ നോക്കിയപ്പോൾ എന്തൊക്കെയാണ്? അല്ല അല്ലെ, എന്തൊക്കെയാണ്? കുള്ളൻ ഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും ഒക്കെ സൂര്യനെ വലയം വെക്കുന്നുണ്ട്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. ഈ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്കി വേ എന്ന് പറയുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി വാൽ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോമറ്റ്സ് എന്ന് പറയും. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ഇനി അടുത്തത് ക്ഷുദ്രഗ്രഹങ്ങളാണ്. ചൊവ്വയ്ക്കും വേഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചെറു ഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ, അസ്റ്റോയിഡ് എന്ന് പറയുന്നത്. ഇനി കുള്ളൻ ഗ്രഹങ്ങളെ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡാർഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉൽക്കകൾ എന്ന് പറയുന്നുണ്ട്. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. മെറ്റോർസ് എന്ന് പറയും. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുകയും ചെയ്യുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ. ഇനി ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നക്ഷത്രമാസം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലയം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സൗരയൂഥത്തിന്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കൂ. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവരുടെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലയം വെക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി കൂട്ടുകാരുടെ സഹായത്തോടെ സൗരയൂഥം എന്നത് റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. ഓരോ ഗ്രഹവും അവരുടെ സവിശേഷതയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയും വേണം. നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് വായിക്കും. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഓക്കെ. ഇനി ബഹിരാകാശം എന്ന് പറയുന്നത് ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി മാത്രമാണ്. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ്. ഈ ആകൃതിയെ നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഭൂമിയുടെ ആ ഗോളാകൃതിയെ പറയുന്ന പേരാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഇരുണ്ടതാണെന്ന് തെളിയിച്ചു. ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഇനി ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങളാണ് കാണുന്നത്. ഇങ്ങനെയാണ് ബഹിരാകാശത്ത് നിന്ന് ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഗ്രഹം കാണാൻ കഴിയുന്നത്.
ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രങ്ങളിൽ ഭൂമി ഒരു നീലഗോളമായല്ലേ കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ഭൂമിയുടെ മാതൃകയായ ഗ്ലോബിലും ഏതു നിറമാണ്? നീല നിറമാണ് കൂടുതലുള്ളത്. ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് ഏകദേശം 71% ജലം ആണ്. അതുകൊണ്ട് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ടാണ് കാണുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. അവിടെ വാതകങ്ങള്, പൊടിപടലങ്ങള്, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായിട്ടുള്ള ഒരു പങ്ക് കൂടെ വഹിക്കുന്നുണ്ട്. ഇനി ഭൂമിയെ പൊതിഞ്ഞ് അന്തരീക്ഷം നിലനിൽക്കുന്നതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം സൂര്യനിൽ നിന്നുള്ള രശ്മികളെ ഭൂമിയിൽ പതിക്കാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഭൂമിയുടെ ചലനങ്ങളെ കുറിച്ചിട്ട് അച്ഛാ ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേയുള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് മകൻ പറയാണ്. മോന് സുഖമല്ല, ഞങ്ങൾ ഇവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ തന്നെ 2 സ്ഥലത്ത് നിന്നിട്ടുള്ള 2 കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഒരു സ്ഥലത്ത് രാത്രിയാണ്, ഒരു സ്ഥലത്ത് രാവിലെയാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭാഷണം ശ്രദ്ധിക്കൂ. കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായി വീഡിയോ കോളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. ജിനു താമസിക്കുന്നതും മാതാപിതാക്കൾ താമസിക്കുന്നതും ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഗ്ലോബ് നിരീക്ഷിച്ചിട്ട് കാനഡയും ഇന്ത്യയും എവിടെയാണെന്ന് നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടായിരിക്കും ഈ 2 പ്രദേശങ്ങളിലും ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാരെ? കാരണം സൂര്യന്റെ നിഴൽഭാഗമാണ് നമ്മുടെ എതിർവശം എന്ന് പറയുന്നത്. അഥവാ കാനഡ എന്ന് പറയുന്നത് ഭൂമിയുടെ എതിർവശമായിരിക്കും. അപ്പൊ അവിടെ സൂര്യനിൽ നിന്നുള്ള നിഴൽ പതിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഇരുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് 2 ഭാഗത്തും 2 കാലാവസ്ഥ അറിയുന്നത്. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവിക്കപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ട് സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ സൂര്യന്റെ വെളിച്ചം കിട്ടുന്നിടത്ത് പകലായിരിക്കും, എല്ലാത്തടത്ത് അതിന്റെ നിഴൽ രൂപമായിരിക്കും, അവിടെ രാത്രിയായിരിക്കും. അച്ചുതണ്ട് കണ്ടില്ലേ? ഈ അച്ചുതണ്ടിന്റെ 2 ഭാഗത്തും 2 സമയമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂറും 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 1/4 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ പരിക്രമണത്തിന്റെ ബേസിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ഒരു വർഷം കണക്കാക്കുന്നത്. ഭ്രമണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ദിവസം കണക്കാക്കുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അഥവാ സീസൺസ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ കഥ പോലെ തന്നിട്ടുണ്ട് ഋതുക്കളെ കുറിച്ചിട്ട്. നമുക്കൊന്ന് നോക്കാം. എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തനുടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മാസമായ ചിങ്ങമാസത്തിന്റെ കടന്നുവരവാണ്. ഈ മാസം പ്രകൃതി പൂത്തുലഞ്ഞി ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്നിച്ചൂണിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. വൃശ്ചികം ധനുമാസങ്ങളെ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം മീനം മേടം മാസങ്ങളിലെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വളരും. തൊടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്തും മനോഹരമാക്കിയിരുന്നു. ഒരു മുത്തശ്ശിയുടെ അനുഭവമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. മുത്തശ്ശി പറയുന്ന ഒരു അനുഭവമാണ്. കുട്ടിക്കാലം മുതൽ തന്റെ ചുറ്റുപാടുമുണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടാണല്ലോ മുത്തശ്ശി പറയുന്നത് അല്ലെ. അതിനെ കുറിച്ചിട്ടാണ് മുത്തശ്ശി പറയുന്നത്. ഇവിടെ പ്രതിപാദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ്? മഴ, ചൂട്, വരൾച്ച, തണുപ്പ്,
പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ഇല പൊഴിയുന്നത്. ഇതൊക്കെയാണ് മുത്തശ്ശി അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ കാലത്തും എല്ലാത്തരം കായ്കനികളും നമുക്ക് ഒരുപോലെ ലഭിക്കാറുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ ചക്ക, ഫോർ എക്സാമ്പിൾ, നമുക്ക് ചക്ക മാങ്ങ എടുക്കുക. ചക്ക മാങ്ങയും എല്ലാ സമയത്തൊന്നും നമുക്ക് കിട്ടില്ല. അതിനൊക്കെ ഓരോ സീസൺ ഉണ്ടായിരിക്കും അല്ലെ. ഓരോ ഋതുക്കളുടെ സമയത്ത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം കാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്ന് മഴക്കാലമാണ്, മറ്റൊന്നോ മഞ്ഞുകാലമാണ്, മറ്റൊന്ന് വേനൽക്കാലമാണ്. ഓക്കെ, മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം. ഇനി നിങ്ങളുടെ പ്രദേശത്ത് ഈ കാലങ്ങളെല്ലാം അനുഭവപ്പെടാറുണ്ടോ? വ്യത്യസ്ത കാലങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ എന്തെല്ലാം ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. വേനൽക്കാലത്താണെങ്കിൽ ജലാശയങ്ങളൊക്കെ വറ്റുന്നു, പുഴകൾ നിറഞ്ഞൊഴുകുന്നത് മഴക്കാലത്താണ്. മഞ്ഞുകാലത്ത് എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായിരിക്കും. വേനൽക്കാലത്ത് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ജലാശയങ്ങൾ വറ്റുന്നത് മാത്രമാണോ? അല്ല, അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു. ജലക്ഷാമം ചില സ്ഥലങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. മഴക്കാലമാണെങ്കിൽ പുഴകളൊക്കെ നിറഞ്ഞൊഴുകാറുണ്ട്. മാത്രമല്ല കനത്ത മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകാറുണ്ട്. മഴ ചെടികൾക്കും മരങ്ങൾക്കും പുതുജീവൻ പകരാറുമുണ്ട്. മഞ്ഞുകാലത്ത് നിങ്ങളുടെ പ്രദേശം നല്ല തണുപ്പായിരിക്കും. ചില മരങ്ങൾ ഇലകൾ പൊഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മഞ്ഞുകാലത്ത് സംഭവിക്കാറുള്ളത്. കേരളത്തിന്റെ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിന്റെ ഏറ്റക്കുറിച്ചിലുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾ, സീസണൽ ചേഞ്ചസ് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഭൂമിയുടെ രണ്ട് പ്രധാന ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. ഭ്രമണത്തിലെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. ഇനി പരിക്രമണമാണെങ്കിലോ ഋതുക്കൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പരിക്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതാണ് പരിക്രമണം എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇവിടെ അണ്ടർ 17 ക്രിക്കറ്റ് മഴ മൂലം ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. കൊച്ചി ഇന്നലെ നടത്താനിരുന്ന അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മത്സരം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒരു ന്യൂസ് റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ്? മഴയായതുകൊണ്ടാണ് അല്ലേ. അന്തരീക്ഷ അവസ്ഥയിൽ ചിലപ്പോഴൊക്കെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ദിനാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ്. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ഇനി എന്താണ് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എന്ന് പറയാം? നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് വെതറും കാലാവസ്ഥയും അല്ലേ. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, കുറച്ച് നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെ, മുന്നറിയിപ്പുകളാണ്. ചൂട് കൂടുന്നു, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഹിമാചലിൽ വീണ്ടും മഞ്ഞുവീഴ്ച, സ്കൂളുകൾക്ക് അവധി. കനത്ത മഴ, 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഇവിടെ കൃത്യവും ശാസ്ത്രീയവുമായ ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം സഹായകരമാണ്? എന്തൊക്കെയാണ്? നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ യാത്രകൾ ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കും. മുൻകൂട്ടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം, മുൻകരുതലുകൾ എടുക്കാം, അപകട സാധ്യതകൾ കുറക്കാം. ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുന്നറിയിപ്പുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് കാലാവസ്ഥയും ജനജീവിതവും എന്നുള്ളതാണ്. ഇവിടെ SK പൊറ്റക്കാടിൻ്റെ ഒരു എഴുത്താണ് തന്നിട്ടുള്ളത്. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിന്റർ സ്പോർട്സുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയിലും. വർഷങ്ങൾ അധികാലവും മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവുമുണ്ട്. ലാഫ്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു.
അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാകാം. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂറുണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിന്റെ ദാവള്യവും ആകാശത്തിന്റെ വെളിച്ചവും കൂടിക്കലർന്ന് നേരിയ നിലാവ് പറന്ന പോലെ തോന്നും. ഓക്കെ, ഇതാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാട് പറഞ്ഞിട്ടുള്ളത്. കുറിപ്പ് വായിച്ചില്ലേ? പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിന്റെ പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞുമൂടിയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ വായിച്ചത്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ പ്രദേശത്തിനുള്ളത്? എന്തൊക്കെയാണ്? വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടിക്കിടക്കുന്നു. ഹേമന്തകാലത്ത് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. 6 മാസക്കാലം നീണ്ട രാത്രിയാണ്. പകൽ വെളിച്ചം 1-2 മണിക്കൂർ മാത്രം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പാതിരാ സൂര്യന്റെ നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിന്റെ വടക്കു ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നോർവേ എവിടെയെന്ന് കണ്ടുപിടിക്കാറ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജനവാസം കുറവുള്ള മഞ്ഞു മൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് വായിക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമ നിർമ്മിതങ്ങളായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലങ്ങളായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീല്, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇനി ഇഗ്ലു എന്ന് പറയുന്നത് ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എക്സിമോകൾ എന്ന് പറയുന്നത്. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു. ഈ കാണുന്ന ചിത്രത്തിലുള്ളതാണ് ഇഗ്ലു എന്ന് പറയുന്നത്. ഓക്കെ, മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുടെ സവിശേഷതകൾ അടങ്ങിയ ഒരു ഡിജിറ്റൽ ആൽബം ടീച്ചറുടെ സഹായത്തോടു കൂടി തയ്യാറാക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ചിത്രം നോക്കൂ. ഇതെന്താണ്? ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണമരുഭൂമികൾ എന്ന് പറയുന്നത്. വിശാലമായ മണൽ പരപ്പുകളും മണൽ കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണ് ഉള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയുമാണ്. ഓക്കെ, ഇനി മരുഭൂമി പ്രദേശത്തിന്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ചാർട്ടായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രാത്രി താപം കുറവ്, വിശാലമായ മണൽ പരപ്പ്, പകൽ താപം കൂടുതൽ, ഇതുമാണ് തന്നിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണുള്ളത്? മണൽ കൂനകളുണ്ട് അല്ലെ, മണൽ കൂനകളുണ്ട്. മാത്രമല്ല തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റും അനുഭവപ്പെടാറുണ്ട്. കൂടെ മഴ തീരെ കുറവുള്ള പ്രദേശങ്ങളുമാണ്. അപ്പം ഈ 3 പോയിന്റാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഒന്ന് മണൽ കൂനകൾ, കൂടാതെ തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റും, മഴ തീരെ കുറവ്. ഈ 3 പോയിന്റ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാം. ഇനി ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് നാം ചർച്ച ചെയ്തല്ലോ. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് രൂപപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് വേണം നമ്മൾ വീടുണ്ടാക്കാൻ അല്ലേ. ഇപ്പം മരുഭൂമിയിൽ പോയിട്ട് നമ്മുടെ സാധാരണ വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ മഞ്ഞ് ഉള്ള സ്ഥലത്ത് പോയി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവിടുത്തെ രീതിക്കനുസരിച്ച് വേണം നമ്മളവിടെ വീടും വസ്ത്രധാരണം, ആഹാരം, ആഘോഷങ്ങൾ എന്നിവയൊക്കെ നടത്താനും.
എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഇനി എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട് 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുടങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വെച്ചി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ വായിച്ചത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയെല്ലാം തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടുത്തെ താപനിലയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതുപോലെ തന്നെ കാലാവസ്ഥയിലെ മാറ്റം എന്താണ്, അവിടെ ഉണ്ടാകുന്ന പ്രക്രിയയിൽ ഓരോ സംഭവത്തിലും വളരെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അനുവിന്റെ സ്കൂളിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലെ ചില ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതാണ് ചിത്രങ്ങൾ നിരീക്ഷിച്ച് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? മഞ്ഞുരുകല്, കാട്ടുതീ, വരൾച്ച, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം. ഒന്നുകൂടെ പറയാം: മഞ്ഞുരുകല്, കാട്ടുതീ, വരൾച്ച, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രകൃതി ദുരന്തമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 1. ആഗോള താപനില ഉയരുന്നു. സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും, മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഇവിടെ ഈ ഒരു ചിത്രങ്ങളൊക്കെ കൂട്ടുകാർ നോക്ക്, എന്താണ് അതിന്റെ എഫക്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അവ ഏതെല്ലാം എന്ന് ചിത്രത്തിൽ നിന്ന് കണ്ടെത്തിയെഴുതും. 1. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, വനനശീകരണം, പിന്നെന്താണ് അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും അവയുടെ വലിച്ചെറിയലും, അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലെ അശാസ്ത്രീയമായ രാസവളവും കീടനാശിനി പ്രയോഗവും, ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാലാവസ്ഥയുമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ കാലാവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിന് ഇത് കാരണമാകുന്നു. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഇതിന് ഉദാഹരണമാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. ഓക്കെ, ഇനി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പോസ്റ്റർ കൂടെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്.
നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ആരംഭിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, വനനശീകരണം തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജൈവ വള ഉപയോഗം വർദ്ധിപ്പിക്കുക. പിന്നെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കുക, ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുക, പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം പേപ്പർ, തുണി, ചണം എന്നിവ കൊണ്ടുള്ള സഞ്ചികൾ ഉപയോഗിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങളാണ്, അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. ഇനി നമുക്ക് അടുത്ത പാഠഭാഗമായിട്ടുള്ള നിയമവും സമൂഹവും എന്ന അവസാനത്തെ പാഠഭാഗമാണ് നോക്കാനുള്ളത്. അതും കൂടെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇത്രയും വലിയ ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.